ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സക്കുമുന്നാർ സ്വദഖല്ലാഹുൽ അസീം. അന്യായം ചെയ്യുന്ന ആളുകളുമായി കൂട്ടുചേരാമോ? ന്യായക്കേട് ചെയ്യുന്ന ഭരണാധികാരി അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അഴിമതി നടത്തുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ സമീപത്ത് പണ്ഡിതന്മാർ പോകാമോയില്ലേ? സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും രാജ്ഭവനിലും ലോകഭവനിലും മന്ത്രിമാരുടെ അടുത്ത് പണ്ഡിതന്മാർ പോകുന്നത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് ഹൂദിലെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റായി പറയേണ്ടതല്ലേ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ഭരണാധികാരി, അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരി, അവരുടെ അടുത്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതേ സമയത്ത് നല്ല കാര്യങ്ങൾക്ക് അവരുടെ അനുവാദം വാങ്ങാൻ, പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, ചില കടലാസുകൾ ക്ലിയറായി കിട്ടാൻ അന്യായം ചെയ്യുന്നവരുടെ അടുത്തും പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവരെ സമീപിക്കുന്നതും അവർക്ക് നിവേദനം നൽകുന്നതും പാപമല്ല. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഭരണാധികാരികളും ദുർമാർഗികളാണ് എന്നല്ല. ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരിലെല്ലാം നന്മകളുണ്ട്. നന്മ ചെയ്യുന്ന ആളുകൾ ഏത് മതത്തിൽ, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ നമുക്ക് നിർഭയം സമീപിക്കാം. എന്നാൽ തിന്മ ചെയ്യുന്ന, ദ്രോഹിക്കുന്ന ആളുകൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവരിൽ ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ സമീപിക്കാതിരുന്നാൽ ഈ സമൂഹത്തിലും സമുദായത്തിലും പെട്ട ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരുന്ന ആളുകൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. അവർ പോവുകയാണ് വേണ്ടത്. അവിടെ പോയി ഉണർത്തണം. അവർ ചെയ്യുന്ന തെറ്റുകളിലെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ ഒരു പണ്ഡിതനും കഴിയില്ല, ഒരു സംഘടനക്കും കഴിയില്ല. മെല്ലെ മെല്ലെ അവരോട് ധർമ്മങ്ങൾ ഉപദേശിക്കുവാൻ, നന്മയുടെ പാതയിൽ അവരെ എത്തിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും, ഒരു പരിധിവരെ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ധാരാളം പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. ഭരണാധികാരികളുടെ സമീപത്ത് പോകുന്നത് പാടില്ല എന്ന് ഒറ്റയടിക്ക് പറയാൻ ഇസ്ലാമിൽ ഒരു വകുപ്പുമില്ല. പോകുന്ന ആവശ്യം എന്താണ്? അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണോ? പോവുകയാണ് വേണ്ടത്. പാവപ്പെട്ടവർക്കുള്ള അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണോ പോകുന്നത്? പോവുകയാണ് വേണ്ടത്. അവരെ സമീപിച്ച് നമുക്ക് ചില ഭൗതിക നേട്ടങ്ങളുണ്ടാക്കി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണോ പോകുന്നത്? അതാണ് പാടില്ല എന്ന് നാം പറയുന്നത്. വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, അന്യായം ചെയ്യുന്ന ആളുകളിലേക്ക് നാം ചാഞ്ഞു കൊടുക്കരുത്. നാം അതിൻ്റെ ഭാഗത്താണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒന്നും ചെയ്യരുത്. ഒരാളൊരു കിണറ്റിൽ വീണു. ആ മനുഷ്യൻ അന്യായം ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ അയാളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ചയുണ്ട് ഗ്രന്ഥങ്ങളിൽ. ആ വ്യക്തിയെ കിണറ്റിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അയാൾ മുഖേന കുറേ നന്മകൾ ചെയ്യാൻ കഴിയും എങ്കിൽ അയാളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. 100 കൂട്ടം തെറ്റുകൾ ചെയ്ത് നമ്മുടെ ഉപദേശങ്ങളൊന്നും അയാൾ സ്വീകരിക്കാത്ത രൂപത്തിലാണ് അയാളുള്ളതെങ്കിൽ അത്തരക്കാരായ ആളുകളെ രക്ഷപ്പെടുത്തിയാൽ നാം തെറ്റുകളോടൊപ്പം നിൽക്കുന്നവരായി മാറും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ എന്ന വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ അന്യായത്തിന് കൂട്ടുനിൽക്കരുത്. പക്ഷേ അത് അന്യായം ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നറിയണം. ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക തന്നെ വേണം.
അദ്ദേഹത്തിൻ്റെ അധർമ്മത്തെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല പോകുന്നത്, മറിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുകയും അങ്ങനെ ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ നമുക്കും നമ്മുടെ സംഘടനകൾക്കും സാധിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും.